അത് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നതുമാണ്. എന്നാൽ അത് മാത്രമായാൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് വേണ്ടതുപോലെ ഉപകരിക്കുകയില്ലല്ലോ. പിന്നെയും സ്തോത്രം, അതുപോലെ പ്രവചനപരമായുള്ള ഭാവികാല സംബന്ധമായുള്ള വിഷയങ്ങളൊക്കെ പ്രസംഗിക്കുന്ന രീതിയുണ്ട്. പിന്നെയും നമുക്കറിയാം, ഉപദേശ വിഷയ സംബന്ധമായി കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തി വ്യക്തമായി സംസാരിക്കുന്ന ആവശ്യമുണ്ട്. ആ നിലയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എനിക്കറിയാം, ആശ്വാസം നൽകുന്നതും ജീവിതത്തിൽ സ്വസ്ഥതയും സ്വൈര്യതയും ഒക്കെ നൽകുന്നതുമായ ദൈവവചന ഭാഗങ്ങൾ, ദൈവവചനം ശുശ്രൂഷിക്കുന്നത് സന്തോഷകരവുമാണ്. എനിക്കും അത് വളരെ ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ ദൈവവചനം പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദൈവവചനത്തിലെ ലേഖനങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുവാനായിട്ട് ഉത്സാഹിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വ്യക്തമായി ബോധ്യപ്പെടാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എന്നോട് ചോദിക്കണം. ഞാൻ കൂടുതൽ വിശദീകരണം തരുവാനായിട്ട് എപ്പോഴും താല്പര്യമുള്ളവനാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മൾ അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ ഒടുവിലത്തെ 2 വാക്യങ്ങളാണല്ലോ ചിന്തിച്ചു വന്നത്. അതിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് പിന്നെയും മനസ്സിലാക്കാനായിട്ടുണ്ട്. അവിടെ 28ഉം 29ഉം വാക്യങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, ക്രിസ്തുവിലെല്ലാവരും ഒന്നാണ്. നാം ക്രിസ്തുവിലെല്ലാവരും ഒന്നായി തീരുന്ന, ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിലാകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിയെ സംബന്ധിച്ച് പൗലോസ്ലീഹ ആ ഭാഗത്ത് പറയുന്നുണ്ട്. സ്തോത്രം. അടുത്ത ഭാഗം, അടുത്ത 29ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ഇവിടെ ഒരു പുത്രത്വത്തെ കുറിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിലാകുന്നവൻ അബ്രഹാമിന്റെ പുത്രത്വം പ്രാപിക്കും. എന്നാൽ അബ്രഹാമിന്റെ പുത്രത്വം അല്ല പ്രധാനമായുള്ളത്, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയാണ് പ്രധാനമായുള്ളത്. സ്തോത്രം. ആ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് കർത്താവിൽ താല്പര്യമുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിനെ നിങ്ങൾ പരിശോധിച്ചാൽ, വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. സ്തോത്രം. ദൈവത്തിനെ ശ്രദ്ധിച്ചാൽ, ദൈവം എല്ലാവരുടെയും സൃഷ്ടാവാണ്. ദൈവം എല്ലാവരുടെയും പരിപാലകനാണ്. എല്ലാവരുടെയും സൃഷ്ടാവും എല്ലാവരുടെയും പരിപാലകനുമായ ദൈവം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ യേശു ക്രിസ്തുവോ കർത്താവിന്റെ അപ്പസ്തോലന്മാരോ മറ്റ് ആരെയും കുറിച്ച് ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ദൈവപുത്രൻ എന്ന പദവി പ്രധാനമായിട്ടും യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ദൈവം എല്ലാവർക്കും സൃഷ്ടാവും പരിപാലകനുമാണെങ്കിലും എല്ലാവരുടെയും പിതാവാകുന്നു എന്ന് യേശുവോ അപ്പസ്തോലന്മാരോ പഠിപ്പിച്ചില്ല. യേശു ക്രിസ്തു മാത്രമാണ് ദൈവപുത്രൻ എന്ന പേരിനും ആ പദവിക്കും യോഗ്യനായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ തിരുവെഴുത്ത് യോഹന്നാൻ 3:10 നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്, ഏകജാതനായ പുത്രൻ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ദൈവപുത്രൻ എന്നുള്ള ആ പദവി ഏറ്റവും അന്വർത്ഥമായി ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ വംശാവലി പൊറോട്ട പറഞ്ഞു. യേശു തുടങ്ങി പൊറോട്ട് പറഞ്ഞ് പുറകോട്ട് ചെല്ലുമ്പോൾ അവിടെ ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാണ് അത് ഉപസംഹരിക്കുന്നത്. ആദം ദൈവത്തിന്റെ മകൻ. അപ്പോൾ ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ലോ ആദമിനെ കുറിച്ചും ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതെ, ദൈവം ആദമിനെ തന്റെ തന്നെ സ്വരൂപത്തിലും തന്റെ തന്നെ സാദൃശ്യത്തിലും, സ്തോത്രം, ദൈവിക കൂട്ടായ്മയ്ക്കുള്ള കഴിവും അതിനുള്ള യോഗ്യതയും ഉള്ളവനായിട്ട് സൃഷ്ടിച്ചു. നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം.
ഇങ്ങനെ 4 പ്രത്യേക ദൈവിക ഗുണവിശേഷങ്ങൾ ആദമിന് ദൈവം നൽകിയാണ് അവനെ സൃഷ്ടിച്ചതെന്നും സ്തോത്രം. ആ ദൈവിക പദവി ആദമിന് ലഭിച്ചിരുന്നു എന്നുള്ള ദൈവിക പദവി എന്ന് ഞാൻ പറയുമ്പോൾ ദൈവത്തിന്റെ മകൻ എന്നുള്ള പദവി, അതാണ് അർത്ഥമാക്കുന്നത്. പദവി ആദമിന് നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവൻ അത് കളഞ്ഞു കുളിച്ചു. അവൻ നീതി ഇല്ലാത്തവനായി, വിശുദ്ധി ഇല്ലാത്തവനായി, തേജസ് അവന് നഷ്ടപ്പെട്ടു, പാപം ദൈവതേജസ് ഇല്ലാത്തവനായി. പരിജ്ഞാനം, അവന്റെ പരിജ്ഞാനത്തിന്മേൽ മൂടുപടം വീണു. അവൻ ആരാണെന്നും ഒക്കെയുള്ള അവനെക്കുറിച്ച് അതിനുള്ള ഉത്ബോധ്യം അവനെ നഷ്ടപ്പെട്ടു. മാത്രമല്ല, പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ശേഷിയാണല്ലോ. അപ്പോൾ ശരിയും തെറ്റും തിരഞ്ഞെടുക്കുന്നവൻ പരാജയപ്പെട്ടു. അവന്റെ മുമ്പാകൊണ്ടുവന്ന ചോയ്സ് അവന് അത് വഷളാക്കി കളഞ്ഞു. അങ്ങനെ ദൈവദത്തമായി ദൈവം അവന് നൽകിയ ദൈവാനുരൂപത, ദൈവ സാദൃശ്യം ആദം നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ മകൻ എന്നുള്ള ആ പദവിയിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോയി. സ്തോത്രം. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ പേരും ആ പദവിയും ആ വിശേഷണവും ഏറ്റവും അന്വർത്ഥമായി സ്തോത്രം യേശുക്രിസ്തുവിലാണുള്ളത്. മാത്രമല്ല, യേശുക്രിസ്തുവിൽ ദൈവവുമായി ബന്ധപ്പെടുന്നവരും ദൈവമക്കൾ എന്നുള്ള പദവിക്ക് യോഗ്യരാകുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൽ നാം ദൈവമക്കളാകുന്നു. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ പുത്രൻ, ദൈവമകൻ എന്നുള്ള ആ പദവിക്ക് ഏറ്റവും യോഗ്യനായവൻ. അവൻ മാത്രം യോഗ്യനുള്ളൂ. അവനിലാണ് നാമും ഈ പദവിയിൽ ഓഹരിക്കാരാകുന്നത്. അതുകൊണ്ടാണ് പ്രിയനായവനിൽ നമ്മളെ അംഗീകരിക്കുകയാണ്. സ്തോത്രം. യേശുക്രിസ്തു പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവകാശമുള്ളത്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിലുള്ളവരും മാത്രമേ ദൈവപുത്രൻ എന്നുള്ള ആ ദൈവത്തിന്റെ പുത്രത്വ പദവിക്ക് യോഗ്യരായിട്ടുള്ളൂ എന്ന് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. അതൊന്നും കൂടി വ്യക്തമാക്കാം. യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിന് പുത്രനായുള്ളത്. അതുകൊണ്ടാണ് ഏകജാതനായ പുത്രൻ വിളിക്കുന്നതിന് പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിലായവർക്കാണ് ദൈവമക്കൾ എന്ന പദവി ലഭിക്കുന്നത്. അത് വിശ്വാസത്താലാണ് നാം യേശുക്രിസ്തുവിലാകുന്നതും. അങ്ങനെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിലായി നാം ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലാകുന്നു. സ്തോത്രം. ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഞാൻ ഇത് പറയുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. അതായത് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളുണ്ട്. അവര് പറയുന്നത് ഏതായാലും നമ്മൾ വീണ്ടും ജനിച്ച് ദൈവമക്കളായാൽ ഒരുത്തൻ എത്ര വഴിപഴിച്ചു പോയാലും, ഒരു ചെറുക്കൻ, ഒരു മോൻ എത്ര വഴിപഴിച്ചു പോയാലും അവന് അപ്പന്റെ മകൻ എന്നുള്ള ആ പദവി അവന് ഇല്ലാതെയാകുകയില്ലല്ലോ. പുത്രത്വം എന്ന് പറഞ്ഞാൽ നള്ളിഫൈ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലല്ലോ, ക്യാൻസൽ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. അപ്പനവനെ അങ്ങ് തള്ളിക്കളഞ്ഞാലും ഡിസിൻഹെറിറ്റ് ചെയ്താലും അവൻ പിന്നെയും ആരായിട്ടായിരിക്കുന്നത്? അവനെ അപ്പന്റെ മകനായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് എന്ന് ആളുകൾ ചോദിക്കും. അതുകൊണ്ട് പുത്രത്വം പ്രാപിച്ചിരിക്കുന്നതിനാൽ അത് നഷ്ടപ്പെടുകയില്ല എന്നവർ ഒരു വാദഗതി നിർദ്ദേശിക്കാറുണ്ട്. ഇവിടെ നാം അല്പം ചില കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പുത്രത്വം, നമുക്ക് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി, പുത്രത്വം എന്ന് പറയുന്നത് നമുക്ക് നമ്മിൽ തന്നെയുള്ള ഒരവസ്ഥയല്ല. സൺഷിപ്പ് ഓഫ് ഗാഡ് ഈസ് ഇൻ ക്രൈസ്റ്റ്, നോട്ട് ഇൻ ourselves. സൺഷിപ്പ് ടു ഗാഡ് ഈസ് ഇൻ ക്രൈസ്റ്റ്, നോട്ട് ഇൻ ourselves. നമ്മളിൽ തന്നെ നമ്മൾ ദൈവമക്കളല്ല, ക്രിസ്തുവിൽ ആയി നാം ദൈവമക്കളാവുകയാണ്. സ്തോത്രം. നമ്മിൽ തന്നെ നമ്മളെ എടുത്താൽ നമ്മൾ പിശാചിന്റെ മക്കളാണ്. യോഹന്നാൻ 8:44. നമ്മിൽ തന്നെ നമുക്കൊരു പുത്രത്വം ഉണ്ടെങ്കിൽ അത് പിശാചിന്റെ പുത്രത്വമാണ്. അപ്പോൾ നമ്മിൽ തന്നെ നമ്മൾ ദൈവമക്കളല്ല, ക്രിസ്തുവിലാണ് നമ്മൾ ദൈവമക്കൾ ആകുന്നത്, ദൈവമക്കളായി അംഗീകരിക്കുന്നത്. ക്രിസ്തുവിലാണ് നമ്മെ ദൈവമക്കളായി അംഗീകരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. ക്രിസ്തുവിന് പുറത്ത് നാം നഷ്ടപ്പെട്ടവരാണ്.
നോക്കണേ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, എത്ര ദോഷിയാണെങ്കിലും ഒരുവൻ അവന്റെ പിതാവിന്റെ പിതൃത്വം നഷ്ടപ്പെടുകയില്ലെന്ന് പറയുന്നല്ലോ. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അത് ഈ നമ്മളിപ്പോ ഞാൻ എന്റെ അപ്പന്റെ മകനാണ്, ഞാൻ എത്ര വഴിപഴിച്ചു പോയാലും അപ്പന്റെ സ്വഭാവത്തിൽ നേരെ കടകവിരുദ്ധമായ ജീവിതമാണ് ഞാൻ നയിക്കുന്നെങ്കിലും ഞാൻ പിന്നെയും പുത്രത്വത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞേക്കും. പക്ഷെ ഒരു കാര്യമാണ്, അത് സ്വാഭാവികമായ പുത്രത്വമാണ്. സ്വാഭാവികമായ പുത്രത്വമാണ്. അങ്ങനെ സ്വാഭാവികമായ പുത്രത്വം നമുക്കുണ്ടെങ്കിൽ അത് പിശാചിന്റെ മകൻ എന്ന പുത്രത്വമാണ്. പിശാചിന്റെ പിതൃത്വമാണ് നമുക്ക് സ്വാഭാവികമായി നമുക്കുള്ളത്. സ്തോത്രം. നോക്കണേ, അത് തനിയെ നഷ്ടപ്പെടുകയില്ല. തനിയെ അങ്ങ് നഷ്ടപ്പെടുകയില്ല. ഈ സ്വാഭാവികമായ പുത്രത്വം എന്ന് പറയുന്നത് തനിയെ നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ ദൈവത്തിന്റെ പിതൃത്വം സ്വാഭാവികമല്ല. വിശ്വാസത്താൽ ക്രിസ്തുവിലായതുകൊണ്ട് ദൈവനീതിയിൽ നമുക്ക് ലഭിച്ച ഒരു അധികാരവും, സ്തോത്രം, നമുക്ക് ലഭിച്ച ഒരു പദവിയുമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. നമ്മളെ സ്വാഭാവികമായി നമുക്കൊരു പുത്രത്വം ഉണ്ടെങ്കിൽ അത് പിശാചിന്റെ പുത്രത്വമാണ്. സ്വാഭാവികമായി നമ്മൾ ദൈവത്തിന്റെ മക്കളല്ല. എന്നാൽ സ്വാഭാവികമായി നാം പിശാചിന്റെ മക്കളായിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ കർത്താവ് ദത്തെടുത്ത് നോക്കണേ, സ്തോത്രം, വിശ്വാസത്താൽ ക്രിസ്തുവിലായതുകൊണ്ട് ദൈവനീതിയിൽ ദൈവമക്കളാകുവാൻ നമുക്ക് അധികാരം ലഭിക്കുകയായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:12. നമുക്കറിയാമല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ഒരു അധികാരമാണ്. സ്തോത്രം. നോക്കണേ, അപ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, സൺഷിപ്പ് ടു ഗോഡ് ഈസ് നോട്ട് നാച്ചുറൽ ബട്ട് എ ലീഗൽ പൊസിഷൻ. നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു പദവിയല്ല, പിന്നെയോ ദൈവനീതിയിൽ ദൈവം നമുക്ക് തന്നതാണ്. അത് ദത്തെടുക്കപ്പെട്ടതിനാൽ നമുക്ക് ഉണ്ടായ പുത്രത്വമാണ്. ദത്തെടുക്കപ്പെട്ടതിനാൽ നാം ദൈവമക്കളായിരിക്കുന്നത് സ്വാഭാവികമായല്ല, നാച്ചുറലായിട്ടല്ല, കൃപയാലാണ്, വിശ്വാസത്താലാണ്, യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട ദൈവനീതിയാലാണ്. ആ യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട ദൈവനീതിയിൽ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്താ? വിശ്വാസത്തിൽ നിലനിൽക്കണം. അത് വ്യവസ്ഥയാണ്. റോമാലേഖനം 11-20 വാക്യം ഒന്ന് വായിക്കാമോ? റോമർ 11:20. അവിശ്വാസത്താൽ അവ ഒഴിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. താങ്ക് യു. വിശ്വാസത്താൽ നിലനിൽക്കുന്നു. അപ്പോൾ നോക്കണേ, നമ്മള് സ്വാഭാവികമായി അല്ല നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത്. യേശുക്രിസ്തു നിവർത്തിച്ച ദൈവനീതിയാൽ, സ്തോത്രം, ആ ദൈവനീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസം എന്ന ഉപാധിയാൽ, വിശ്വാസത്തിന്റെ സമർപ്പണത്താൽ, പരിശുദ്ധാത്മ നമ്മളിൽ രൂപാന്തരം വരുത്തിയതിനാൽ, സ്തോത്രം, നമ്മൾ ദൈവമക്കൾ എന്ന പദവി നിയമാനുസൃതമായി പ്രാപിച്ചിരിക്കുകയാണെന്ന് പറയാം. So our sonship to God is not natural but a legal position. സ്തോത്രം. മറക്കരുത്. അത് അപ്പൊ ലീഗൽ പൊസിഷൻ ആയതുകൊണ്ട് അതിന് വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥ, സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, അത് വിശ്വാസത്താലാണ്. അത് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പുത്രത്വ പദവിയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അത് കൃപയാലാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു നിവർത്തിച്ച ദൈവനീതിയാലാണ് നാം മക്കളാകുന്നത്. അതിലുള്ള വ്യവസ്ഥ ഒന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് വിശ്വാസത്തിൽ നിൽക്കണം. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ, കൊരിന്ത്യർക്ക് 2-ാം ലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്തി 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികയും. താങ്ക് യു മോളെ, താങ്ക് യു സിസ്റ്റർ. നോക്കണേ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ. നമ്മൾ വിശ്വാസത്തിലിരിക്കുന്നിടത്തോളമാണ് നമുക്ക് പുത്രത്വ പദവി നിലനിൽക്കാൻ കഴിയുന്നത്. സ്തോത്രം. വിശ്വാസത്തിലിരിക്കുന്നത്. ഇനി രണ്ടാമത്, നമ്മൾ ദയയിൽ നിലനിൽക്കണം, ദൈവകൃപയിൽ നിലനിൽക്കണം. ദൈവകൃപയിൽ അല്പം വായിച്ച അതിനെ തൊട്ട് താഴ്ച ഒരു വാക്യം എടുത്ത് വായിച്ച റോമർ 11:22 ഒന്ന് വായിക്കാമോ? റോമർ 11:22.
ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ആണോ? ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. ദയ എന്ന് പറയുന്നത് ഇവിടെ കൃപ എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. സ്തോത്രം. കൃപ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കൃപ നമുക്ക് വൃഥാവാക്കാൻ കഴിയും, വ്യർത്ഥമാക്കാൻ കഴിയും. 1 കൊരിന്ത്യർ 15:10 വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 15:10. 1 കൊരിന്ത്യർ 15:10. കൃപ വ്യർത്ഥമാക്കാം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവർ എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനം. താങ്ക് യു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. നമുക്ക് കൃപ വ്യർത്ഥമാക്കാം. കൃപയാലാണ് നമ്മുടെ പുത്രത്വം പ്രാപിച്ചിരിക്കുന്നത്. ദയയാലാണ് നാം പുത്രത്വം പ്രാപിച്ചിരിക്കുന്നത്. വിശ്വാസത്താലാണ് നാം പുത്രത്വം പ്രാപിച്ചിരിക്കുന്നത്. അവള് വിശ്വാസത്തിൽ നിലനിൽക്കണം, ദൈവകൃപയിൽ നിലനിൽക്കണം. കൃപ വ്യർത്ഥമാക്കരുത്. അങ്ങനെങ്കിൽ മാത്രമേ നമുക്ക് ആ പുത്രത്വത്തിന്റെ പദവിയിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതാണ് യൂദാ അപ്പോസ്തലനെ കുറിച്ച് പറയും. യൂദായുടെ ലേഖനം 4-ാം വാക്യം ഒന്ന് വായിച്ച്. അധ്യായം 1 ഉള്ളൂ. യൂദായുടെ ലേഖനം 4-ാം വാക്യം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി കണ്ടു തന്നെ മതി. താങ്ക് യു സിസ്റ്റർ. കണ്ടോ? സ്തോത്രം. ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിഷേധിക്കുന്ന അഭക്തർ. അപ്പോൾ കൃപ എന്ത് ചെയ്യാൻ കഴിയും? ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കാം, കൃപ വ്യർത്ഥമാക്കാം, കൃപയിൽ നിന്ന് വീണുപോകാം. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുത്രത്വത്തിൽ നിലനിൽക്കണമെങ്കിൽ കൃപയിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. സ്തോത്രം. കൃപ വ്യർത്ഥമാക്കരുത്. ഹല്ലേലൂയ. കൃപയാണെന്ന് പറഞ്ഞ് ദുഷ്കാമവൃത്തിക്ക് അത് ഹേതുവാക്കരുത്. ദുഷിച്ച ആഗ്രഹം, ദുഷിച്ച താല്പര്യങ്ങളെ നിവർത്തിക്കുക. അതാണ് ദുഷ്കാമവൃത്തി. ദുഷിച്ച പാപമംഗലമായ താല്പര്യങ്ങൾക്ക്, ജഡമോഹങ്ങൾക്ക് നിവൃത്തി വരുത്തുന്നതിനുള്ള തെറ്റായ നടപടികളിലേക്ക് ആളുകൾ വഴുതി പോകുന്നു. എന്താ? കൃപയാന്നേ, അർഹതയില്ലാത്ത ലഭിച്ച ദാനമാണ്, അതൊന്നും ചുമ്മാ എടുക്കാൻ, ദാനം തന്നൊന്നും തിരിച്ചെടുക്കേല, ഇങ്ങനെ പറയുന്നവർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഗലാത്യരെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പുത്രത്വം എന്നുള്ളത് ഇത് താഴത്തെ 4-ാം അധ്യായത്തിലൊക്കെ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ മുഖവുര എന്ന പോലെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുന്നത്. സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ട, അങ്ങനെ ക്രിസ്തുവിൽ നിലനിൽക്കുന്നവർക്കാണ് പുത്രത്വം. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ദൈവത്തിന്റെ പുത്രൻ എന്ന പദവി യേശുക്രിസ്തുവിന് മാത്രമാണ്. നമ്മൾ വിശ്വാസത്താൽ യേശുക്രിസ്തുവിലായി ആ പുത്രത്വ പദവിയിൽ നിർത്തുകയാണ്, ആ പുത്രത്വ പദവിയിൽ തുടരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് മക്കളില്ലയോ, നഷ്ടപ്പെടുകയില്ല എന്ന നിലയിൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. പുത്രത്വം നിലനിൽക്കണമെങ്കിൽ അത് നിയമപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന, അവനെ കൈക്കൊണ്ടവരെ നാം വിശ്വസിക്കുന്ന ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു, സ്വഭാവത്താലല്ല. അത് നിയമപരമായി ദൈവനീതിയിൽ നമുക്ക് ലഭിച്ചതാണ്. ദൈവം യേശുക്രിസ്തു നിവർത്തിച്ച നീതി അത് നമുക്ക് സ്വായത്തമാക്കാൻ നമുക്ക് എങ്ങനെ കഴിഞ്ഞു? വിശ്വാസത്താൽ കഴിഞ്ഞു, കൃപയാൽ കഴിഞ്ഞു, സമർപ്പണത്താൽ. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ, ക്രിസ്തുവിലാകുന്നവർക്ക് ആ പുത്രത്വ പദവിയിൽ നിൽക്കാൻ കഴിയുള്ളൂ. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ, സ്തോത്രം, നാം ആ പുത്രത്വത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. ദത്തെടുക്കപ്പെട്ട നിയമപരമായ ഒരു പദവിയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഗലാത്യരെ കുറിച്ചുള്ള ഒരു കമന്ററി വായിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ദീർഘമായി അവർ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കുകയായിരുന്നു. സ്തോത്രം. ഇവിടെ അങ്ങനെ ക്രിസ്തുവിലാകുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു. ഇങ്ങനെ ക്രിസ്തുവിലാകുന്നവർക്ക് ഒരു പുതിയ നിലയും ഒരു പുതിയ ബന്ധവും ഒരു പുതിയ പദവിയും ലഭിക്കുക, ഒരു പുതിയ നില. അവനെ സ്റ്റാറ്റസ് ഇൻക്രീസസ്. അവന്റെ പദവി, അവന്റെ നിലവാരം ഉയരുകയാണ്. അവന് ഒരു പുതിയ നില ലഭിക്കുകയാണ്. ഒരു പുതിയ നിലയും ഒരു പുതിയ പദവിയും, സ്തോത്രം, ഒരു പുതിയ ബന്ധവും ലഭിക്കുന്നു. ഈ പുതിയ ബന്ധത്തിന് 3 തലങ്ങൾ ഉണ്ടെന്ന് പറയാം. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞെടുത്തോണ്ട്. പുതിയ ബന്ധത്തിന്, ക്രിസ്തുവിലാകുന്നവർക്ക് ലഭിക്കുന്ന പുതിയ ബന്ധത്തിന് 3 തലങ്ങൾ, 3 ത്രീ പ്രോങ്ഡ് റിലേഷൻഷിപ്പാണ്.
3 തലങ്ങളിലുള്ള ബന്ധം. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധം. സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന്റെ മക്കളാകുന്നു. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിലായവൻ ആരാകുന്നു? ദൈവത്തിന്റെ മക്കളാകുന്നു. 2, കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധം. അതല്ലേ നമ്മൾ കണ്ടത്? ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ, ക്രിസ്തുവിൽ ഒന്നത്രേ. സ്തോത്രം. ക്രിസ്തുവിൽ കൂട്ടു സഹോദരങ്ങളുമായുള്ള ബന്ധം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ ബന്ധം പ്രിയപ്പെട്ട അബ്രഹാമിന്റെ പിതൃത്വം. അബ്രഹാമിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അബ്രഹാം വംശത്തോടുള്ള ബന്ധം നമുക്ക് ലഭിക്കുന്നു. സ്തോത്രം. അബ്രഹാം വംശത്തോട് എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ മുഴുവൻ ഗണത്തിലേക്കും, ഇന്ന് നമ്മളുടെ കൂടെയുള്ള വിശുദ്ധന്മാര് മാത്രമല്ല, പിന്നെയോ വിശുദ്ധന്മാർ, ചരിത്രത്തിലൂടെ ജനിച്ച് ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധം ലഭിക്കുന്നു. സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെയും ഒന്ന് പറയാൻ കഴിയും. ഒന്ന്, സ്തോത്രം, ചരിത്രത്തിലേക്ക് പിന്നോക്കി ഭൂതകാല ബന്ധം. ഭൂതകാലത്തിൽ നമുക്കൊരു ബന്ധം ലഭിച്ചു, ഭൂതകാലത്തിൽ ഒരു ബന്ധം ഉണ്ടായി. അതാണ് ചരിത്രത്തിൽ പുറകെ നോക്കും. ആരാ? അബ്രഹാം. ആ ചരിത്രത്തിലേക്ക് പുറകോട്ട് നോക്കിയുള്ള ഒരു ബന്ധം, ഭൂതകാലത്തിലെ ഒരു ബന്ധം. സ്തോത്രം. നോക്കണേ, അടുത്തത് വർത്തമാനകാലത്തിലെ ബന്ധം. ഇന്ന് നമ്മുടെ കൂടെയുള്ള സഹവിശ്വാസികളുമായിട്ടുള്ള ബന്ധം, വർത്തമാനകാലത്തിലെ ബന്ധം. 3, നിത്യമായ ബന്ധം അല്ലെങ്കിൽ ഭാവികാല ബന്ധം, ദൈവത്തോടുള്ള ബന്ധം. സ്തോത്രം. ഇവിടെ ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ he does not seem to belong to someone. Loss of a sense of belongingness എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്, അവന്റെ നിലപാട് എന്താണ്, അവൻ എന്താണ്, അവൻ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്ബോധം നഷ്ടപ്പെടുക. എനിക്കാരുമില്ല. അതാണ് ഈ നിരീശ്വരവാദം മനുഷ്യനെ ഒരു അനാഥത്വത്തിലാക്കും. തന്നെ ഉണ്ടായതാ. എനിക്കാരുമില്ല, എനിക്ക് അപ്പനും അമ്മയും അവര് തൽക്കാലത്തേക്ക് അവരിലൂടെ ഞാൻ ജനിച്ചു, അത്രേ ഉള്ളൂ, അത്രേ പറയുന്നുള്ളൂ. ആ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഇല്ലാതെ പോകും. അപ്പനും അമ്മയും ഇല്ല, അനാഥനാകുന്ന ഒരാളാണല്ലോ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഇല്ലാതെ പോകും. പിന്നെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. എന്നാൽ ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം എത്ര ഭാഗ്യകരമായ ഒരു പദവിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഒരു ദൈവത്തോടുള്ള ബന്ധം. ആരെങ്കിലും നമ്മൾ ചോദിച്ചാൽ ഹു ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം മിസ്റ്റർ സോ ആൻഡ് സോ അല്ലെങ്കിൽ ഐ ആം സോ ആൻഡ് സോ എന്നല്ല പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ആദ്യം പറയേണ്ടത് ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിലായി, വിശ്വാസത്താൽ ഞാൻ ക്രിസ്തുവിലായി, ഞാനൊരു ദൈവവൈതലായി. ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. സ്തോത്രം. What is your future? Oh, I am going to be with the Lord in eternity. So അതിന്റെ ഭാവി എന്താന്ന് ചോദിച്ചാൽ എന്റെ കർത്താവിനോടുകൂടെ നിത്യതയിൽ വാഴുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നിന്നെ കരുതാനാണ്. അയ്യോ, എന്റെ കൂട്ടു സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. സ്തോത്രം. എന്റെ കൂട്ടു സഹോദരങ്ങൾ എല്ലാവരും ക്രിസ്തുവിലായതുകൊണ്ട്, ക്രിസ്തുവിലായ മറ്റെല്ലാവരുമായും എനിക്ക് നല്ല ബന്ധമായി. സ്തോത്രം. നോക്കണേ, ഈ 3 ബന്ധങ്ങളെ കുറിച്ചും പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് വേറെ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഉയരവും വീതിയും ആഴവും, ആ 3 നിലയിലും അതെടുക്കാവുന്ന ഉയരത്തിലേക്കുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം. വീതി എന്ന് പറയുന്നത് കൂട്ട സഹോദരങ്ങളുമായുള്ള ബന്ധം. ആഴം എന്ന് പറയുന്നത് അങ്ങ് അബ്രഹാം വരെയുള്ള ആ ദൈവമക്കളുമായുള്ള വിശുദ്ധന്മാരുമായുള്ള ബന്ധം. സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, നാം എത്ര ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ക്രിസ്തുവിലുള്ളവരായി, ക്രിസ്തുവിലായി നാം അബ്രഹാമിന്റെ സന്തതി. വാഗ്ദത്ത പ്രകാരം നമ്മൾ അവകാശികളാണ്. നമ്മൾ അവകാശികളായിരിക്കുന്നത് നമ്മുടെ ആരുടെയും നീതി പ്രവൃത്തി കൊണ്ടല്ല, വാഗ്ദത്ത പ്രകാരമാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്ത പ്രകാരം നമ്മൾ ദൈവ മക്കളായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുത്രത്വം നമ്മൾ കളഞ്ഞു കുളിക്കണം. നമ്മളെ വഞ്ചിക്കുന്ന ഏതൊക്കെ ന്യായവാദങ്ങളുമായി ആളുകൾ വന്നാലും നമ്മൾ വശീകരിക്കപ്പെട്ടു പോകരുത്. നമ്മളെ പുത്രത്വം നാം അനുഭവിക്കുന്നത് സ്വാഭാവികമായ അല്ല, യേശുക്രിസ്തു നിവർത്തിച്ച നീതിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായുള്ള ദൈവനീതിയിലുള്ള ഒരു പദവിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പുത്രത്വം. സ്വാഭാവികമായുള്ള പുത്രത്വം, സ്തോത്രം, അത് ചിലപ്പോൾ നഷ്ടപ്പെടാൻ കഴിയുകയില്ല. പക്ഷേ ദൈവത്തോടുള്ള പുത്രത്വ ബന്ധം ദത്തെടുക്കപ്പെട്ട ബന്ധമാണ്. അത് നിയമപരമായ ബന്ധമാണ്. അതിന് വ്യവസ്ഥകളുണ്ട്. എന്ത് ദയയിൽ നിലനിൽക്കണം,
വിശ്വാസത്തിൽ നിലനിൽക്കണം, കൃപയിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിലാകണം, ക്രിസ്തുവിൽ തന്നെ നിലനിൽക്കണം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഹല്ലേലൂയ. പ്രിയനായവനിൽ അവൻ നമ്മെ സ്വീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ 3 pronged 3 തലത്തിലുള്ള ഈ ബന്ധവും, സ്തോത്രം, ആ കൂട്ടായ്മയുടെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തോടുള്ള ബന്ധം, എത്ര വലിയ പദവിയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഇവിടുത്തെ പ്രധാനമന്ത്രിയോട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ എന്തോ ആയിരിക്കും മനുഷ്യൻ പറയുന്നത്. ഇവിടുത്തെ മുഖ്യമന്ത്രി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ ഒന്നും പറയണ്ട. എന്നാൽ സർവശക്തനായ ദൈവത്തോട് നിങ്ങൾക്ക് വ്യക്തിബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കൂടി ഒരു പദവിയുണ്ടോ? സ്തോത്രം. നിങ്ങൾ എത്ര പാരമ്പര്യം പറഞ്ഞാലും അബ്രഹാമിന്റെ പാരമ്പര്യമാണ്. ലോകത്തുള്ള എല്ലാവരും അബ്രഹാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുക. അബ്രഹാമിന്റെ പാരമ്പര്യം പിതൃത്വം നമുക്ക് ലഭിച്ചു. മാത്രമാണോ ഇന്ന് നമ്മൾ വിശുദ്ധന്മാരാണ്. ജീവന് തുല്യം നമ്മളെ സ്നേഹിക്കുകയും ജീവന് തുല്യം നമ്മെ കരുതുകയും ചെയ്യുന്ന നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, ക്രിസ്തുവിലായവർ, പരസ്പരമുള്ള ആ സ്നേഹബന്ധം, ആ കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നുണ്ട്. കൃപയിൽ നിലനിൽക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, ദയയിൽ നിലനിൽക്കുക, നമ്മുടെ പദവി നിലനിർത്തുവാനായി. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവവചനപ്രകാരം മുൻപോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. അതിനെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.